ഇവിടെ സി എച്ച് എന്നും ടി സി എച്ച് എന്നതും അതിൻ്റെ സൗണ്ട് ച് എന്നാണ്. പക്ഷേ നമ്മൾ ടൈറ്റിൽ കൊടുത്ത പോലെ ടോർച്ചിൽ സി എച്ച് ഓൺലിയും, പക്ഷേ ക്യാച്ച് എന്ന് വന്നപ്പോൾ ഒരു ടി സി എച്ചും കൂടെ ഉണ്ട്. അതവിടെ ടി സൈലന്റ് ആയതുകൊണ്ടല്ല, സൈലന്റ് തന്നെയാണ്, പക്ഷേ ടി സി എച്ച് ച് എന്നും കൂടിയാണ് വായിക്കുക. പക്ഷെ ഇതെങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, സി എച്ച് ആണെങ്കിൽ ഒന്നുകിൽ സ്റ്റാർട്ട് ആയിരിക്കും ബിഗിനിങ്, അല്ലെങ്കിൽ വേർഡ് എൻഡ് ആയിരിക്കും. വേർഡ് എൻഡ് മീൻസ് ആഫ്റ്റർ കോൺസണന്റ്. അതായത് ഇവിടെ ബെഞ്ചിൽ എൻ കഴിഞ്ഞിട്ടാണ് സി എച്ച് വന്നത്. ഞാനിവിടെ ഓർ എൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് റോങ് ആണ്. ആഫ്റ്റർ കോൺസണന്റ് ആയിരിക്കും. ഇനി ടി സി എച്ച് ആണെങ്കിൽ ഷോർട്ട് വവലിന് ശേഷമായിരിക്കും ടി സി എച്ച് വരിക. ബാച്ച്, സ്വിച്ച്. അപ്പം സ്പീച്ച് എങ്ങനെ വന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ സി എച്ച് എന്നും ടി സി എച്ച് എന്നതും അതിൻ്റെ സൗണ്ട് ച് എന്നാണ്. പക്ഷേ നമ്മൾ ടൈറ്റിൽ കൊടുത്ത പോലെ ടോർച്ചിൽ സി എച്ച് ഓൺലിയും, പക്ഷേ ക്യാച്ച് എന്ന് വന്നപ്പോൾ ഒരു ടി സി എച്ചും കൂടെ ഉണ്ട്. അതവിടെ ടി സൈലന്റ് ആയതുകൊണ്ടല്ല, സൈലന്റ് തന്നെയാണ്, പക്ഷേ ടി സി എച്ച് ച് എന്നും കൂടിയാണ് വായിക്കുക. പക്ഷെ ഇതെങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, സി എച്ച് ആണെങ്കിൽ ഒന്നുകിൽ സ്റ്റാർട്ട് ആയിരിക്കും ബിഗിനിങ്, അല്ലെങ്കിൽ വേർഡ് എൻഡ് ആയിരിക്കും. വേർഡ് എൻഡ് മീൻസ് ആഫ്റ്റർ കോൺസണന്റ്. അതായത് ഇവിടെ ബെഞ്ചിൽ എൻ കഴിഞ്ഞിട്ടാണ് സി എച്ച് വന്നത്. ഞാനിവിടെ ഓർ എൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് റോങ് ആണ്. ആഫ്റ്റർ കോൺസണന്റ് ആയിരിക്കും. ഇനി ടി സി എച്ച് ആണെങ്കിൽ ഷോർട്ട് വവലിന് ശേഷമായിരിക്കും ടി സി എച്ച് വരിക. ബാച്ച്, സ്വിച്ച്. അപ്പം സ്പീച്ച് എങ്ങനെ വന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.